ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നിവിടെ സിങ്കോണിയം വെറൈറ്റീസിൻ്റെ അതിൽ ആൽബോ എന്ന് പറയുന്നൊരു വെറൈറ്റീൻ്റെ ഒരു സാധാരണ നമ്മൾ മണ്ണിൽ നടുന്നതിന് പകരമായിട്ടുള്ള ഒരു പ്രൊപ്പഗേഷൻ മെത്തേഡാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ഈ സിങ്കോണിയം വെറൈറ്റി ആൽബോ ആണ് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യാനാണ്. അതിന് നമുക്ക് ഇത് നല്ല തിക്കായിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ കുറേ ഭാഗങ്ങൾ ഇങ്ങനെ താഴേക്ക് തൂങ്ങി കിടക്കുന്നൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു ഭാഗം എടുത്തിട്ട് നമുക്ക് ഇതിൽ റൂട്ട് നോക്കിയിട്ട് നമുക്കൊരു ഭാഗം അതിൽ നിന്ന് കട്ട് ചെയ്യാം. അതാണ് ഫസ്റ്റ് പ്രൊപ്പഗേഷൻ്റെ ഒരിത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു സ്റ്റോക്ക് നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പം ഇതുപോലൊരു നീണ്ടു കിടക്കുന്നൊരു കമ്പ് നമ്മൾ അതിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ആൽബോൻ്റെ പിന്നെ ഒരു നീണ്ടു പോയിരിക്കുന്നത്. അപ്പോൾ അതിൽ റൂട്ട്സ് ഉണ്ട്. കുറേ നോട്ട്സിൽ ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന ഒരു 3 നോഡ് വരുന്നതാണ്. നാലാമത്തേൻ്റെ എല്ലായിടത്തും റൂട്ടുണ്ട്. അപ്പോൾ നാലാമത്തേൻ്റെ എടുത്താണ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ആ നോഡ് കഴിഞ്ഞിട്ടാണ് കട്ട് ചെയ്തത്. അവിടെയാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. നോഡിൽ കട്ട് ചെയ്യരുത്. അപ്പോൾ ആ പോർഷൻ ആണ് നമ്മൾ നട്ടു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ മണ്ണിലല്ല ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇതേപോലെ ഹോൾസ് ഉള്ള ഒരു ഓർക്കിഡ് പോട്ടാണിത്. അപ്പോൾ അതിൽ നമ്മൾ മണ്ണില്ലാണ്ട് ഇതെങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ അതിൽ ഓർക്കിഡിൻ്റെ പോട്ടിങ് പോലെ തന്നെ ഈ നമ്മൾ ചകിരിയുടെ തുച്ച് എടുത്തിട്ടുണ്ട്, അവിടുന്ന് വിടിയിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കരിയും പിന്നെ ഓട്ടും കഷ്ണവും, ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കരിയും ഓട്ടും കഷ്ണം ഇട്ടിട്ടാണ് നമ്മളിത് നടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നല്ല രീതിയിൽ വേര് പിടിച്ച് വരും നമുക്ക്. എന്നുവെച്ചാൽ നല്ല ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിന് എയറേറ്റഡ് റൂട്ട്സാണ് ഇതിൻ്റെ. അപ്പോൾ നല്ല രീതിയിൽ എയർ കിട്ടുന്ന രീതിയിൽ വരുന്ന റൂട്ട്സാണ്. അപ്പോൾ അതിന് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നല്ല രീതിക്ക് എനിക്ക് ഗ്രോത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു സിങ്കോണിയത്തിൻ്റെ ഈ ആൽബോ വെറൈറ്റിയിൽ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതൊന്ന് നമുക്ക് തട്ടിട്ട് എങ്ങനെയുണ്ട് റിസൾട്ട് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഇത് അത്യാവശ്യം നമുക്ക് അവൈലബിൾ ആയിട്ടിരിക്കുന്ന പ്ലാന്റ്സ് ആണ്. അപ്പോൾ സിങ്കോണിയത്തിൻ്റെ വേറെ പ്ലാന്റ്സും അവൈലബിൾ ഉണ്ടെങ്കിൽ നമുക്കിത് എല്ലാവർക്കും ഒന്ന് ചെയ്തു നോക്കാവുന്നതാണ്. കാരണം മണ്ണില്ലാതെ തന്നെ നമുക്ക് ചെറിയ പോട്ടിൽ നല്ല രീതിക്ക് വളർത്തിയെടുക്കാം. പിന്നീട് അത് ഇൻഡോർ പോട്ടായിട്ട് ചെയ്യാനൊക്കെ എളുപ്പമാണ്. മണ്ണ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്. അപ്പോൾ നമ്മളിത് ഇതിലേക്ക് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് പകരം ആദ്യമായിട്ട് നമ്മൾ 2-3 ഓട്ടും കഷ്ണം താഴത്തെ ലെയറിൽ ഇട്ട് കൊടുത്തിട്ട് ഈ ചകിരി കട്ട് ചെയ്തെടുക്കണം. അത് ഞാനിപ്പോൾ കാണിക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ എടുത്തിരിക്കുകയാണ്. ഇതുപോലെയാണ് എടുത്തിരിക്കുന്നത്. അതായത് ഇതിൻ്റെ തണ്ട് കറക്റ്റ് എല്ലാ ചകിരിയുടെയും കട്ട് ചെയ്ത് റെഡിയാക്കി നടുക്കായിട്ട് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പോട്ടിലേക്ക് നമ്മൾ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് വല്ല നൂലിട്ടിട്ട് കെട്ടിക്കൊടുക്കാം, ഇങ്ങനെ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതിപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യുന്നത്, വലിയ പ്രശ്നമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ തന്നെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ പോട്ട് വെച്ചിട്ട് ഇങ്ങനെ ചേർത്ത് വയ്ക്കുക. ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മളിത് തണ്ട് ഉള്ളിൽ വെച്ചിട്ട് ചകിരി ചേർത്ത് വെച്ചിട്ട് നമ്മളിത് ഇതിനകത്തേക്ക് ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കുക. ഇറക്കി വെച്ച് കൊടുത്തിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെയുള്ള ചകിരിയുടെ ഇതും ഈ കരി, ഇതിലിപ്പം കരി എന്ന് പറഞ്ഞാൽ നന്നായിട്ട് വെള്ളം ഹോൾഡ് ചെയ്യും. അപ്പോൾ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ തന്നെ കരി ആ സ്പോസും അതിൻ്റെ ഉള്ളിലുള്ള കുറേ സുഷിരങ്ങളുള്ളതുകൊണ്ട് അതിൽ മുഴുവൻ നല്ലോണം വെള്ളം ഹോൾഡ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ചകിരി അറിയാം. പക്ഷേ ചകിരിക്ക് ഇൻഫെക്ഷൻ വരുന്നത് നമ്മൾ അധികം ആ ഒരു തണ്ടിൻ്റെ ചുറ്റിനും ഏരിയയിൽ മാത്രം കൊടുത്താൽ മതി. പിന്നെ ഓട്ടും കഷ്ണവും കരിയുമാണ് നമ്മൾ മെയിനായിട്ട് ഇതിനകത്ത് ഇട്ട് വയ്ക്കുന്നത്. എന്ന് വെച്ചാൽ കരിക്ക് ഈ വിഷാംശങ്ങൾ വലിച്ചെടുക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ നമ്മൾ കരി മാക്സിമം ഹോൾഡ് ചെയ്താൽ തന്നെ ഇതായിരിക്കും. പക്ഷെ നമ്മൾ വെള്ളത്തിലിടുമ്പോൾ കരി പൊന്തി വരുന്ന ഒരു കാരണമുള്ളതുകൊണ്ടാണ് അധികം ഇടാത്തത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ടോപ്പ് പോർഷനിൽ മൊത്തം താഴത്തെ വേരിനോട് ചേർന്നുള്ള ഭാഗങ്ങളിൽ കരിയും മേളത്തെ ഭാഗങ്ങളിലേക്ക് ഒട്ടും കഷ്ണമോ അല്ലെങ്കിൽ ഇഷ്ടികയുടെ പൊട്ടിച്ചതൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല രീതിക്ക് ഇരിക്കും. അത് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇരുന്നോളും, എടുത്തു വരില്ല. പിന്നെ ഇത് നമുക്കൊരു ഇൻഡോർ പോട്ടിനകത്തൊക്കെ വെള്ളത്തിൽ തന്നെ വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. ഇത് തന്നെ അപ്പാടെ തന്നെ നമുക്ക് വെള്ളത്തിൽ വെക്കാം. എന്നിട്ട് ഇടയ്ക്ക് ഒന്ന് പുറത്തേക്ക് വെച്ച് ഒന്ന് വെയിൽ കൊള്ളിച്ചാലും മതി. അപ്പോൾ ഇത് നല്ല രീതിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ അതിന് ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഡിപ്പ് ചെയ്യാൻ പറ്റുന്ന വലിപ്പമുള്ള പാത്രം എടുത്താൽ മതി. എന്നിട്ട് നമ്മളിത് ഇതിനകത്തേക്ക് ഡിപ്പ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ കരിയൊക്കെ കുറച്ച് പൊങ്ങി വരും, അതൊന്നും പ്രശ്നമാക്കണ്ട. കരിയൊക്കെ പൊങ്ങുന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. നമ്മളത് മുങ്ങാത്ത രീതിയിൽ വെക്കുക. കറക്റ്റ് വെള്ളം എത്ര ആവശ്യം അവിടെ വെച്ച് വെക്കുക. എന്നിട്ട് കുറച്ച് നേരം വെച്ചതിന് ശേഷം നമുക്ക് എടുക്കാം. ഓൾമോസ്റ്റ് കരിയും അതിൻ്റെ ഇഷ്ടിക ഓട്ടും കഷ്ണങ്ങളൊക്കെ വെള്ളം കുടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ചകിരിയും ഓട്ടും കഷ്ണവും കരിയൊക്കെ വെള്ളം കുടിച്ചതിന് ശേഷം നമുക്കത് എടുക്കാം. കുറച്ച് വെള്ളം ഡ്രെയിനായി പോവും.
അതിനുശേഷം നമുക്ക് പോട്ട് നമ്മൾ ആവശ്യമുള്ള ഇടത്തേക്ക് വേറെ ഇൻഡോർ ഔട്ടർ പോട്ട് ഉണ്ടെങ്കിൽ ആ പോട്ടിലേക്ക് ഇറക്കി വെക്കുകയും ചെയ്യാം. ഇതിപ്പോൾ പ്ലാന്റ് ഈ സിംഗിൾ ഇത് നമ്മൾ റീപോർട്ട് ചെയ്ത കണ്ടീഷനിൽ വെക്കണ്ട. ഒരു 2 ആഴ്ചയൊക്കെ കഴിയുമ്പോഴേക്കും പ്ലാന്റ് കുറച്ചുകൂടി ഫ്ലഷി ആയിട്ട് വരും. അപ്പോൾ 2-3 ലീവ്സും കൂടെ വരുമ്പോൾ കുറച്ചുകൂടി ഭംഗിയായിരിക്കും. അന്നേരത്തേക്ക് വെച്ചാൽ മതി. ഇതിപ്പോൾ കാണുന്ന പോലെ ആയിരിക്കില്ല. അപ്പോൾ നമ്മളിതെന്ന് വെച്ചാൽ ആൽബോ വെറൈറ്റി നല്ല കുറച്ച് ലെങ്തിയാണ്. അതിൻ്റെ ലീഫിൻ്റെ സ്റ്റെം ഇച്ചിരി ലെങ്തിയിലാണ് വരുന്നത്. അപ്പോൾ നല്ല ഭംഗിയാണ്. നമ്മളതിനെ റൂട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, ഗൈഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല രസമാണ് കാണാൻ. ഇതിൻ്റെ ഒരു ആൽബോ വെറൈറ്റിയിൽ ഈ ഗ്രീനും വൈറ്റും കൂടെ വരുന്ന ഷെയ്ഡ് നല്ല ഭംഗിയായിരിക്കും. നമുക്ക് ഇൻഡോറിലൊക്കെ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ നമുക്ക് വേറൊരു സിങ്കോണിയം വെറൈറ്റി ഞാൻ ഇതുപോലെ തണ്ടെടുത്തിട്ട് മുന്നേ വെച്ച്, ഇതുപോലെയല്ല, അത് ഞാൻ മണ്ണിൽ തന്നെ ഒരു പോട്ടിലാക്കിയിട്ട് വെക്കുകയാണ് ചെയ്ത് മുമ്പ്. ഒരു വൈറ്റ് ഇൻഡോർ പോട്ടിൽ ചെയ്യുകയാണ് ചെയ്തത്. എന്നിട്ട് ഇതുപോലെ നട്ട് വെച്ചതാണ്. ഇപ്പോൾ നല്ല ഇതിൽ ലീവ്സൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ലീവ്സ് ഇപ്പോൾ 2 സ്റ്റെമ്മ് വെച്ചിട്ടാണ് നമുക്ക് ഇതുപോലെ ഫ്ലഷി ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നല്ല ഇതുപോലെ ഫ്ലഷി ആയിട്ട് ഈ ഒരു ലീഫും കൂടെ വരുമ്പം നമുക്ക് അറിയാമല്ലോ, ഏകദേശം നമുക്ക് മനസ്സിലാവില്ല. നല്ല ഭംഗിയായിരിക്കും കാണാൻ, നല്ല തിക്കായിട്ടുള്ള. ഞാൻ നേരത്തെ ഒരു വലിയ പ്ലാന്റ് കാണിച്ച പോലെ നല്ല തിക്കായിട്ട് വരുമ്പം നല്ല ഭംഗിയായിരിക്കും ഇത് കാണാൻ. പിന്നെ മണ്ണില്ലാത്ത രീതിയിൽ നമുക്ക് ഹെവിനെസ് ഇല്ലാണ്ട് ചെയ്യാം. പിന്നെ ഇത് തന്നെ നമുക്ക് ഒരു ഗുണം എന്താ വെച്ചാൽ നമുക്ക് ഹാങ്ങിങ്ങിൽ ചെയ്യാം. അപ്പോൾ വെയ്റ്റ്ലെസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കേസാണ്. സ്ട്രെയിറ്റ് അവേ നമുക്ക് ഹാങ്ങിങ് പോട്ടിലേക്ക് നമുക്ക് കയറ്റി വെക്കാം. എന്നിട്ട് അതിൻ്റെ കയറിലേക്കൊക്കെ ഇതിൻ്റെ ലീവ്സ് ഇങ്ങനെ റൂട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. അതിൽ തന്നെ ചുറ്റി പിടിച്ച് കിടക്കും. അതിൻ്റെ വേറൊരു മോഡ് ഞാൻ കാണിക്കാം. ഇതിപ്പം നമ്മുടെ ഒരു മണി പ്ലാന്റ് എന്ന് പറയുന്ന ഒരിതാണ്. ഈ ഷെയ്ഡ് വരുന്ന ലൈറ്റ് ഷെയ്ഡ് വരുന്ന മണി പ്ലാന്റിൻ്റെ പോത്തോസ് വെറൈറ്റിയിൽ ഞാനിങ്ങനെ ഒരു ഹാങ്ങിങ് പോട്ടിൽ ചെയ്തിട്ട് ചുറ്റി വെച്ചാണ്. ഇതേപോലെ തന്നെ നമുക്ക് ഈ സിങ്കോണിയം വെറൈറ്റീസും നമുക്കിതുപോലെ ചെയ്യാം. അപ്പോൾ നല്ല രസമായിരിക്കും കാണുമ്പോൾ. ഇതേപോലൊരു വേറൊരു ഹാങ്ങിങ് പ്ലാന്റ് ഇതുപോലെ ചെയ്തതാണ് ഹാങ്ങിങ്ങിൽ. ഓക്കെ, അപ്പോൾ ഇതുപോലെ ചെയ്താൽ ഇപ്പം ഞാൻ കാണിച്ച ആൽബോ വെറൈറ്റീസും നല്ല രസമായിരിക്കും. അപ്പം ആ ഒരു വെറൈറ്റി ഞാൻ ഇതുപോലെ ഹാങ്ങിങ്ങിലാക്കി ഞാൻ കാണിക്കാം. വേറെ വീഡിയോയിൽ അത് ചെയ്യാം എന്തായാലും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിത് നന്നായതിന് ശേഷം നമുക്ക് അതിൻ്റെ വീഡിയോ ഞാൻ വേറെ ഒന്ന് ചെയ്യുന്നുണ്ട്. അപ്പോൾ കാണിക്കാം. എല്ലാവരും ചാനൽ ഇഷ്ടപ്പെട്ടു, കണ്ടൻറ്റ് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയ പ്ലാന്റിങ് രീതികളൊക്കെ ഞാൻ ട്രൈ ചെയ്യുന്നത് മാത്രമല്ല, അതിൻ്റെ സക്സസ് ആയാൽ അതിൻ്റെ അനുസരിച്ചുള്ള വളങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കുന്നതാണ് ഇതിൽ. കൂടാതെ ക്രാഫ്റ്റ്സ് ഇഷ്ടമുള്ളവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.